അതിനെല്ലാം പുറമെ ടോട്ടലി ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവായ ഫേസ് എൻഹാൻസർ, ഹെയർ ഫോൾ റിലീവർ, സ്കിൻ ആക്ടിവേറ്റർ, പെയിൻ അബ്സോർബർ തുടങ്ങി യുണീക് വെറൈറ്റി ഓഫ് ഐഡിയാസ് നമ്മുടെ ഈ പാക്കേജിൽ ഉണ്ടാവും. പിന്നെ ഇതിനെല്ലാം പുറമെ നമ്മൾ ഇതെല്ലാം മിഡിൽ ക്ലാസ്സിനോട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും കൊടുക്കുന്നത്. വെരി നൈസ്. താങ്ക് യു. എക്സ്ക്യൂസ് മീ പ്ലീസ്. ഓക്കെ. ഒന്ന് മാറി. അതെ, ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നേ. അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം. നമുക്ക് നാളെ കണ്ടാലോ? നാളെ കാണാം. ഇല്ല, പറ്റില്ല. ഇന്ന് വൈകിട്ട് മുമ്പേക്ക് ട്രാവൽ ചെയ്യണം. നെക്സ്റ്റ് വീക്ക് കണ്ടാലോ? ഓക്കെ, താങ്ക് യു. ഒന്നുമില്ല, എല്ലാം തോന്നല. യൂട്യൂബിൽ പ്രോഗ്രാം കണ്ടിരുന്നു, കുറച്ചുകൂടി നന്നാക്കാൻ. I'm sorry. എന്നെ വെറുതെ വിടണം. ഇത്രയും നല്ലൊരു ഐഡിയ കഷ്ടപ്പെട്ട് അടിച്ചോണ്ട് പോയിട്ട് സിമ്പിളായിട്ട് ചെയ്ത് കളഞ്ഞിലോട്ടിനുമായിട്ടാ. പെട്ടെന്ന് ചെയ്തുകൊണ്ട് എനിക്ക് ക്വാളിറ്റി നോക്കാൻ പറ്റിയില്ല. എടാ കള്ള, ടിനുക്കള്ള, നീ വന്നതും ഫയലടിച്ചോണ്ട് പോയതും എല്ലാം കഫേലെ CCTV-യിലുണ്ടല്ലോ. ഇനി ഒന്നും നോക്കണ്ട, എന്നോട് ക്ഷമിച്ചേക്ക്. ക്ഷമിക്കാം, പക്ഷേ എല്ലാം നീ വിസ്തരിച്ച് പറയണം. അപ്പോഴല്ലേ എനിക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയണം കേട്ടോ. പറയണോ? ജിംകോം എന്ന ഐഡിയ സ്വാമിന്റെ സ്വന്തം ഐഡിയയാണ്. ഞാൻ കള്ളം പറഞ്ഞ് എന്റെ ഐഡിയ ആക്കി പുത്തൻ ഐഡിയാസ് എന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ചു. എന്നെ ഒന്നും ചെയ്യരുത്. മാപ്പ്. മതിയോ? മതിയോ മീനു? മീനു ഓക്കെ, എല്ലാം തെളിവായി. ഓ, അപ്പോഴേ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. ഇതാണ് അതിന്റെ ഫസ്റ്റ് പ്രൊമോ. അയ്യോ, ചതിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ്. എന്നാ നീ തന്നെ ചെയ്തോ. ഓക്കെ, പക്ഷെ ഇന്നു മുതൽ നീ സാമിന്റെ വെറും ആങ്കർ ആണ്, മനസ്സിലായോ? ഇവന്റെ യൂട്യൂബ് ചാനലിന്റെ VJ. കിട്ടുന്നതിന്റെ 80% സാമിനും 20% നിനക്കും. അത് വളരെ കൂടുതലായിന്നല്ലേ? അത് തന്നെ നിനക്ക് കിട്ടണ സാം കാരണ. താങ്ക് യു പറയേ. താങ്ക് യു സാം. വീട്ടിലെ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നിന്നെ കയ്യിൽ കിട്ടിയിട്ട് രണ്ട് തന്നില്ല എന്ന് പറഞ്ഞാലേ എന്നെ ഇട്ടിരിക്കാൻ പറ്റും. സോറി പറഞ്ഞല്ലേ? നിന്റെ സോറി എനിക്ക് തരിപ്പ് മാറില്ല അങ്ങോട്ട്. ശരി, അപ്പൊ ശരി, ബൈ. ഒന്നുകൂടി കൊടുത്താലോ? വേണ്ട. ഹായ്, ഫുഡ് വന്നു. കഴിച്ചോളൂ. കുറച്ചും കൂടെ നീക്കി വെക്കോ? കുറച്ചും കൂടെ. DIG അവിടെ അവൻ ഫോണിലാ തോന്നുന്നു. ഇത്ര നേരം ഇവിടെ. ഞാൻ ആ മോഡലിനെ പരിചയപ്പെടുത്തി കൊടുക്കാത്തതിന്റെ പിണക്കൊരിക്കും. എന്താ കുട്ടിയുടെ പേര്? അപർണ. അയ്യോ, അപർണന്നൊക്കെയുള്ള പേരുള്ള കുട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ വിഷമം വരില്ല. അബി പാവൻ DIG. അത് കഷ്ടായി പോയി. ഇന്ന് ഫുള്ള് ഷൂട്ടിന് അവനല്ലേ നിന്നെ ഹെൽപ്പ് ചെയ്ത്? അത് കറക്റ്റാണ്.
പക്ഷേ എടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടല്ല അറിയുന്നത് അവനാ ഒപ്പിച്ചതെന്ന്. നേരത്തെ അറിഞ്ഞെങ്കിൽ നമ്മളപ്പോൾ സ്പോട്ടിൽ പരിചയപ്പെടുത്തി കൊടുക്കില്ലേ? നമ്മുടെ പയ്യനല്ലേ. ഒരു കുഴപ്പമില്ല, അവള് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. നോക്കി നോക്കി ഗൈസ്, ഇത് അപ്പു, ഐ മീൻ അപർണ, മീനാക്ഷി, മീനു, ഹായ്. ലക്കി, ഹായ്. സാം. ഈ കോന്തനെ പിന്നെ അറിയാലോ. പരിചയപ്പെട്ടപ്പോ മുതല് ദീപു നിങ്ങളെ പറ്റി തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നിങ്ങളൊക്കെ കാണാനൊരു ക്യൂരിയോസിറ്റി, അതെന്താ വന്നേ. ഇരിക്കെ സിറ്റ്. ഏയ് ഇല്ല, ലേറ്റായി, അമ്മ വിളിച്ചോണ്ടിരിക്ക. ഓ. ഞാൻ വേറൊരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങാം. ഓക്കെ ഇഫ് യു ഡോണ്ട് മൈൻഡ്. നോ, കം പ്ലീസ്. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ബൈ. ദീപു ബൈ. ആ, കൊച്ചുകള്ള. എങ്ങനെയുണ്ട് അപ്പു, അപർണ? അതത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല. നീ ഇനിയിപ്പോൾ എക്സ്റ്റെൻസീവ് റിസർച്ച് ഒക്കെ ചെയ്ത് 2-3 മാസം എടുത്ത് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഇഷ്ടമായി. അത് നല്ല ഇഷ്ടമാണ്. എനിക്കൊരു ഗഡ് ഫീലിംഗ് അവള് ഇവനെ ശരിയാക്കി എടുക്കുന്നു. അപ്പു കിട്ടാ ഇവിടെ ഇവിടെ വന്നേ. എനിക്കറിയാം എന്താണെന്ന്. നിന്നെ അന്ന് ഞാൻ ദീപുന്ന് വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? ഇനി അങ്ങനെ വിളിച്ച നമ്മള് തമ്മിലുള്ള ബന്ധം തീരുന്നല്ലേ? എന്നിട്ട് ഇപ്പൊ അവളെന്താണ് നിന്നെ വിളിച്ചേ? ഇതൊരു പുതിയ ബന്ധമല്ലേ, പഴയ ബന്ധമല്ലേ. നിനക്ക് എന്തായിരുന്നു വലിയ സ്നേഹം അവളോട്? നിനക്ക് എന്തായിരുന്നു സ്നേഹം? നീയല്ലേ പറഞ്ഞു അപർണ പേരുള്ള കുട്ടിയെ എനിക്ക് ഇഷ്ടായില്ല. നിന്നെയാണ് എനിക്ക് ഇഷ്ടം.